വാർ ടു എന്ന് വെച്ചാൽ തുടക്കം പോലെ ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അമ്മാതിരി സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം മോഡിൽ നമ്മുടെ മനസ്സിലൊന്ന് ട്വീക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എൻജോയ് ചെയ്ത് കണ്ടിരിക്കുക. അല്ലാതെ ഇതിനകത്ത് ലോജിക്ക് നോക്കി ഈശ്വര ഇത് ആകാശത്തൂടെ എങ്ങനെ പറക്കുന്നത്, ആകാശത്തിൽ കൂടെ പോകുന്ന പ്ലെയിനിന്റെ മുകളിൽ ഇവരെങ്ങനെ ചാടി കയറി, ഒന്നും പറ്റുന്നില്ലല്ലോ അവർക്ക്. ഇങ്ങനെ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു എൻജോയ്മെന്റ് മൂഡിൽ ഓക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒരു പാരലൽ സംഭവങ്ങളാണ്. അല്ലാതെ ഇതിനകത്ത് ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റോയോടുള്ള ബഹുമാനം കുറെ ഇടയ്ക്കൊക്കെ ഒന്ന് താണുപോകും. കാരണം ഇവിടെ യവന്മാർ രണ്ടുപേരും യവന്മാർ ഇങ്ങനെയാണെന്നുള്ളത് മറ്റവന്മാർക്ക് അറിയാവുന്നത് മൂന്നാമത്തവന് അറിഞ്ഞില്ല, പിന്നെ നാലാമത്തവന് അറിയാം. ഇത് എന്തുവാണ് ഇത്? അങ്ങനെയൊക്കെ തോന്നിപ്പോവും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇല്ല കൊണ്ടുപോവാ മൈൻഡ് ഡൈവേർട്ട് അല്ല. ഇത് പാരലൽ യൂണിവേഴ്സ് ആണ്, സംഭവമാണ് എന്നൊക്കെ വീണ്ടും ഒന്ന് പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവം ഇരുന്ന് കാണാം. പിന്നെ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഋത്തിക് റോഷൻ നമ്മളിപ്പോ ബിഗ് സ്ക്രീനിൽ ഇപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോഴത്തേക്കും കുറച്ചൊരു ഏജിന്റെ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ NTRന്റെ ആ ഒരു ചാമ എവിടെ കുറച്ച് നമ്മുടെ RRRലൊക്കെ കണ്ടിരുന്നതിൽ നിന്ന് കുറച്ച് ഇല്ല, ആ ഒരു പോയിന്റിലേക്ക് വന്ന് പിന്നെ വീണ്ടും ഹീറോയെ വില്ലനാക്കുക, വില്ലനെ ഹീറോ ആക്കുക, ഇങ്ങനത്തെ ഒരു സംഭവം കൂടെ അതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം. എന്തായാലും കൂലി പോലെ മടുപ്പിച്ചില്ല. നല്ലൊരു മൂവിയാണ്. വാർ മൂവി വളരെ നല്ലൊരു മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. NTR ഹൃത്തിക് കോംബോയാണ് ഏറ്റവും കൂടുതൽ. അവരുടെ ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഒരു സ്പൈ യൂണിവേഴ്സിറ്റി തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് വാർ ടു. എല്ലാവർക്കും ഒന്ന് വാച്ചബിൾ ആണ് നോർമലി. സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ജൂനിയർ NTR പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു, കൊള്ളായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം, നൈസായിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് രണ്ടുപേരെയും. അത് നമ്മൾ മറ്റേ അരമണിക്കൂറത്തെ സ്പൈ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കാരണം മറ്റേ വാർ ഒന്നിനത്ര പോരാ, എന്നാലും കുഴപ്പം.